to my channel Uppum Thenum. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ടാസ്ക് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം വന്നിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. എന്തെങ്കിലും ഒരു എന്താ കോമഡി ആയിട്ടുള്ള എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും, പക്ഷെ അതിൻ്റെ ഉത്തരം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ചിരിച്ചു പോകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊട്ട ക്വസ്റ്റ്യനും കൊണ്ട് വരും, പക്ഷെ അത് നല്ല കോമഡി ആയിട്ട് എനിക്ക് നല്ല കോമഡി ആയിട്ടൊക്കെ ഞാൻ ചിരിച്ചു പോയിട്ടുണ്ട്, പ്രതീക്ഷിക്കാത്ത ആൻസറൊക്കെ വരുമ്പോഴത്തേക്കും. അപ്പോൾ അങ്ങനെ കുറേ ലിസ്റ്റുമായിട്ട് ആദ്യം വന്നു, ഇത് വീഡിയോ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമുക്ക് ഓക്കെ ശരി നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താഴെ കിടക്കുന്ന അല്ല, തൊട്ടടുത്ത ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക? നമ്മൾ ചെയ്യുന്ന ഓരോ ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ ആദ്യം എൻ്റെ അടുത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നു. അപ്പൊ നിങ്ങളും കേൾക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ തുടങ്ങാം. അപ്പം പോകാം വീഡിയോയിലേക്ക്. വീഡിയോയിലേക്ക് ശരി, അപ്പോൾ നമുക്ക് ഓക്കെ സ്റ്റാർട്ട് ചെയ്തോ. എന്താ ക്വസ്റ്റ്യൻ? എനിക്ക് കുറെ ലിസ്റ്റ് ഒക്കെ കണ്ടോ അവൾ സ്കെച്ച് പെന്നൊക്കെ വെച്ചിട്ട് എഴുതിയിരിക്കുക. എനിക്ക് പക്ഷെ വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. ശരി, ആദ്യം ചോദിച്ചോളൂ. 200 കുട്ടികൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആദ്യം ചോദിക്കാൻ പോകുന്നത്. 200 കുട്ടികൾക്ക് ഒരു അരഞ്ഞാണ്. ചൂല്. കറക്റ്റ് ആൻസർ. മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. കിണർ. അമ്മയുടെ പേര് അങ്ങ് അറ്റത്ത് വരുന്ന കാണാൻ പറ്റില്ല, ഇങ്ങോട്ട് കയറിയിരിക്കണേ. അമ്മയ്ക്ക് ബുദ്ധിയുണ്ടാ? ഉണ്ടെന്നാണ് എന്റെ വിചാരം. അമ്മയുടെ പേരെന്തെന്ന്? സ്വാതി. അമ്മയുടെ അച്ഛന്റെ പേരെന്തെന്ന്? എന്റെ അച്ഛന്റെ പേര് അശോക് കുമാർ. അമ്മയുടെ പേര് സ്വാതി. അമ്മയുടെ പേര്? എന്റെ അമ്മയുടെ പേര് ബിന്ദു. അനിയന്റെ പേര്? അരുൺ. മോളെ പേര്? ആദിഭദ്ര. ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ എന്താന്ന്? അച്ഛന്റെ പേരെന്തോന്നു? അല്ല, ബുദ്ധി ഉണ്ടാന്ന്. തിരുവനന്തപുരം ആൾക്കാരുടെ ഡേ. പാസ് വേണമെങ്കിൽ പാസ് വരാം. എന്തരടേ അടുത്തത്, ഒരമ്മ ദോശ ചുട്ടോണ്ടിരിക്കുകയായിരുന്നു. ആ ദോശ പറന്നുപോയി. എന്തുണ്ട്? ആ ദോശ പറന്നുപോയി. അമ്മ ദോശ ചുട്ടോണ്ടിരിക്കുകയായിരുന്നു. ആ ദോശ പറന്നുപോയാ? പ്ലെയിൻ ദോശയായോണ്ട്. അത് പ്ലെയിൻ ദോശയായോണ്ട്. പ്ലെയിൻ ദോശ പറന്നുപോയി. പ്ലെയിൻ ദോശയായോണ്ട്. ഇതമ്മയ്ക്ക് അറിയായിരിക്കും. ഒരു ബസ്സുണ്ട്. ആ ബസ്സിന്റെ പുറത്ത് ഫുള്ള് ഗ്രീൻ കളറാണ്, അതിൻ്റെ അകത്ത് റെഡ് കളറും. അവിടെ ആ പാസഞ്ചർ ഫുള്ള് കറുത്ത കളറിലിരിക്കുന്ന പാസഞ്ചർ. എന്താണ്? ഒരു ബസ്സുണ്ട്, അതിൻ്റെ അകത്ത് അതിന്റെ പുറത്ത് ഗ്രീൻ കളറ്, അതിന്റെ അകത്ത് റെഡ് കളറ്.
പാസഞ്ചർ ഫുള്ള് കറുത്തത്. പാസ്സാണെങ്കിൽ പാസ്സാണ്. അറിഞ്ഞൂടടി. അതിനടി തണ്ണിമത്തൻ. ഓ, തണ്ണിമത്തന്റെ പുറത്ത് പച്ചയും അകത്ത് റെഡ് കളറും അതിനകത്തോട് കുരു കറുപ്പും. അടുത്തത് നീ അങ്ങനെ ഇരിക്കാൻ ഇങ്ങോട്ട് വാ, കണ്ടുകൂടാ. ഒരു കാട്ടിന്റെ അകത്ത് അല്ല 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 ഒരു കാട്ടിന്റെ അകത്ത് രക്തത്തുള്ളിയോളം രക്തത്തുള്ളി. ഒരു കാട്ടിന്റെ അകത്ത് രക്തത്തുള്ളിയോടെ രക്തത്തുള്ളി. രക്തമല്ല അത് രക്തം. ആ സാധനം. ഒരു കാട്ടിനുള്ളിൽ രക്തത്തുള്ളിയോട് ഒരു രക്തത്തുള്ളി. കുന്നിക്കുരു ആണോ? അല്ല, മഞ്ചാര. കുന്നിക്കുരായി പോയതേ ഉള്ളു. അതിന് അങ്ങ് പോയ കണ്ടൂടാ. നീ കയറി വാ. ലാസ്റ്റത്തെ ആണോ? ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. രാവിലെ എല്ലാം ഒരു ഉച്ചയൊക്കെ 12 മണി 1 മണിയൊക്കെ ആകുമ്പോൾ നമ്മളെ ഒന്ന് ശല്യം ചെയ്യുന്ന ഒരാൾ എന്നും ഒന്നുകൂടെ പറ. ഒരു ഉച്ച 1 മണി 12 മണിയൊക്കെ ആകുമ്പോൾ നമ്മളെ ഒന്ന് ശല്യം ചെയ്യുന്ന ഒരു സാധനം അല്ല. ഉച്ച 12 മണിക്കൊക്കെ ശല്യം ചെയ്യുന്ന സാധനം ആദി എന്നെ എപ്പോ നോക്കിയാൽ ഉറങ്ങണ സമയത്തിന് ഫുഡ് കഴിയുന്ന സമയത്ത് ചൊണ്ടിരിക്കും. അതേ എന്റെ ആൻസർ അതാണ്. ആദി 1 മണിക്ക് അല്ലെങ്കിൽ 12 മണിക്ക് ടൈമൊക്കെ കണക്കാണ്. അതെന്നെ കറക്റ്റ് തന്നെ. ആദി പറ അമ്മ. പാസ് വേണമെങ്കിൽ പാസ് എപ്പോഴും ശല്യം ചെയ്യേ. പ്രേതം. ഇത് പ്രേതങ്ങള് ഈ മറ്റേ 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴല്ലേ ഉച്ചയ്ക്ക്. അത് ചീറ്റിപ്പോയി. ഉച്ചയ്ക്കല്ല, രാത്രിയാണ് പ്രേതങ്ങൾ ശല്യം ചെയ്യാൻ വരുന്നത് എന്നാണ്. രാവിലെ 12 മണിക്ക് വന്ന് ശല്യം ചെയ്യുന്നത് ആര്? നീ രാത്രി എന്നല്ലേ പറഞ്ഞത്? രാവിലെ ഇപ്പൊ ഭയങ്കര രാവിലെന്ന്. അയ്യേ, ശ്രദ്ധിച്ച് വായിക്കൂ കുട്ടി. ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം ക്വസ്റ്റ്യൻ ചോദിക്കാൻ. ഓക്കെ, ലാസ്റ്റ് ചീറ്റി പോയി. കഴിഞ്ഞോ? ഇത്രേ ഉള്ളൂ. ശരി, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ റെഡിയാക്കി എന്റെ ക്വസ്റ്റ്യൻ റെഡിയാക്കിയിട്ടില്ല. നീ വേണമെങ്കിൽ ചോദിക്കുന്നത് ചോദിക്കാൻ. ഒന്നുമില്ല, നീ ഇടയ്ക്ക് എന്റെ ചോദിച്ചിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് മറന്നുപോയി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാ അത് നെഗോസിയേറ്റ് ഒരു ആനയുടെ ക്വസ്റ്റ്യൻ അല്ലേ? ആനയുടെ ക്വസ്റ്റ്യൻ തന്നെ. ഒരു ആന ഫ്രിഡ്ജിൽ കയറ്റണ എങ്ങനെ? ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ചാനൽ തുറന്ന ഈ ഒരു കടങ്കഥ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ചോദിക്കും ക്വസ്റ്റ്യൻ. ആദ്യം 24 മണിക്കൂർ ഈ ക്വസ്റ്റ്യൻ വന്ന് ചോദിച്ചിരിക്കും, അമ്മ ജിറാഫിനെ എങ്ങനെയാണ് ഫ്രിഡ്ജിനകത്ത് അടയ്ക്കേണ്ടത്? ഞാൻ പറയും ഫ്രിഡ്ജ് തുറന്നിട്ട് ആനയെ ഇറക്കിയിട്ട് ജിറാഫിനെ കയറ്റണം, എന്നിട്ട് അടയ്ക്കണം. ഇത് തന്നെ. ആദ്യം ഈ ക്വസ്റ്റ്യൻ ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്. അതിന്റെ 3 ഘട്ടമുണ്ട്. ഒരു ആനേനെ ഫ്രിഡ്ജിനകത്ത് ഇറങ്ങി ഫ്രിഡ്ജ് തുറന്നിട്ട് ഫ്രിഡ്ജിന്റെ അകത്ത് കയറ്റിയിട്ട് ഫ്രിഡ്ജ് അടയ്ക്കണം. എന്നിട്ട് ഒരു ജിറാഫിനെ കയറ്റണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഫ്രിഡ്ജിന്റെ ഡോറ് തുറന്നിട്ട് ആനേനെ ഇറക്കിയിട്ട് മറ്റേ ജിറാഫിനെ കയറ്റണം, എന്നിട്ട് അടയ്ക്കണം. ഒരു നമ്മളെ എല്ലാവർക്കും അറിയാനുള്ള ക്വസ്റ്റ്യൻ. ഇത് എല്ലാവർക്കും അറിയാം. കാട്ടിലെ രാജാവല്ലേ സിംഹം എല്ലാരെയും കൂടി ഒരു മീറ്റിങ്ങിനെ വിളിച്ച്. അപ്പൊ ഒരാൾ മാത്രം വന്നില്ല. അതാരാന്ന് നിങ്ങൾക്ക് അറിയാമോ? ജിറാഫാണ്. ഫ്രിഡ്ജിന്റെ അകത്തിരിക്കുന്ന ജിറാഫാണ് വരാത്തത്. എന്താണ് നിന്റെ ഇത്? ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അവസാനം അവള് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങിയത്. ക്യാമറ എനിക്കൊന്നും അനക്കരുത്. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങള്. അത് സ്കൂൾ വന്നിട്ട് എന്താ പരിപാടി? അതിക്ക് സ്കൂളിൽ പോണം, ട്യൂഷന് പോണം, റിസൾട്ട് നോക്കാൻ പോണ്ടോ? പോണം.
സത്യം പോണേ പോകുന്നുണ്ട്. ആദ്യയുടെ ക്യാമറയ്ക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല. വേറെന്താ? ആദ്യത്തെ വെക്കേഷൻ എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം. എന്ത് കൊള്ളാം? ഒരിടത്തും പോയില്ല ഗൈസ്, ഒരിടത്തും പോയില്ല. അമ്മ പോണേന്റെ ഇതില് കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. പിന്നെ നീ ഒരിടത്തും പോയില്ലെന്ന് പറഞ്ഞ? അല്ല, വെക്കേഷൻ ആയി. കള്ളല്ല, എൻ്റെ സ്വർണ്ണമാണ്, കള്ളമല്ല. അവിടെ സത്യം മാത്രമേ പറയുള്ളൂ, ഷർട്ട് മാത്രമേ പറയുള്ളൂ. ഇനി അടുത്ത ഒരു ചാലഞ്ച് വീഡിയോ ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ, ഇത് ആദ്യക്ക് വേണ്ടി ചെയ്ത വീഡിയോ ആണ്. ഒരു കുഞ്ഞു വീഡിയോ കിട്ടും, ജസ്റ്റ് ഒരു കോൺവെർസേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ സൈഡിൽ കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, സീ യു.